കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 275 ഖണ്ഡിക. ധാർമ്മികനായ ജോബിനോടൊത്ത് നാം ഏറ്റുപറയുന്നു, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും ഒരു ചിന്തയും അങ്ങയിൽ നിന്ന് ഒളിക്കാനാവില്ലെന്നും ഞാൻ അറിയുന്നു. തിരുലിഖിത സാക്ഷ്യത്തിന് അനുസ്യൂതമായി സഭ മിക്കപ്പോഴും തൻ്റെ പ്രാർത്ഥന സർവശക്തനും നിത്യനുമായ ദൈവത്തിലേക്ക് തിരിക്കുന്നു. ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് സഭ ഇപ്രകാരം ചെയ്യുന്നത്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിച്ചുകൊണ്ടും കൃപാവരം വഴി അവിടുത്തെ സ്നേഹബന്ധത്തിൽ നമ്മെ പുനഃസ്ഥാപിച്ചുകൊണ്ടും ദൈവം തൻ്റെ സർവശക്തി പ്രകടമാക്കുന്നു. ദൈവമേ, എല്ലാറ്റിനും ഉപരിയായി അങ്ങയുടെ കാരുണ്യത്തിലും ക്ഷമയിലുമാണ് അങ്ങയുടെ സർവശക്തി അങ്ങ് പ്രകടമാക്കുന്നത്. ദൈവസ്നേഹം സർവശക്തമാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ദൈവപിതാവ് നമ്മെ സൃഷ്ടിച്ചുവെന്നും പുത്രൻ നമ്മെ രക്ഷിച്ചുവെന്നും പരിശുദ്ധാത്മാവ് നമ്മെ പൗത്രീകരിച്ചുവെന്നും വിശ്വസിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? ഖണ്ഡിക 4 സ്രഷ്ടാവ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ സുപ്രധാന പ്രസ്താവനയോടെയാണ് വിശുദ്ധ ഗ്രന്ഥം സമാരംഭിക്കുന്നത്. സർവശക്തനും പിതാവുമായ ദൈവം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സ്രഷ്ടാവാണെന്ന് വിശ്വാസ പ്രഖ്യാപനത്തിൽ നാം ഏറ്റുപറയുമ്പോൾ നാം മേൽപ്പറഞ്ഞ വാക്യം തന്നെ ഉദ്ധരിക്കുകയാണ്. നാം ആദ്യം സ്രഷ്ടാവിനെക്കുറിച്ചും പിന്നീട് സൃഷ്ടിയെക്കുറിച്ചും ഒടുവിൽ പാപത്തിലേക്കുള്ള വീഴ്ചയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനാണ് ദൈവപുത്രനായ യേശുക്രിസ്തു ആഗതനായത്. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ മുഴുവൻ അടിസ്ഥാനവും ക്രിസ്തുവിൽ മകുടമണിയുന്ന രക്ഷാചരിത്രത്തിൻ്റെ പ്രാരംഭവും സൃഷ്ടികർമ്മമാണ്. നേരെ മറിച്ച് ക്രിസ്തു രഹസ്യം സൃഷ്ടി രഹസ്യത്തിന്മേൽ നിർണായകമായ പ്രകാശം വീശുന്നു. ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതിൻ്റെ ആത്യന്തിക ലക്ഷ്യം അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള നവീന സൃഷ്ടിയുടെ മഹത്വം ആരംഭം മുതലേ വിഭാവനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടിയുടെ ആഘോഷമായ പെസഹ ജാഗരണത്തിലെ വായനകൾ സൃഷ്ടി നിവരണത്തോടുകൂടി സമാരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബസന്റിയൻ ലിറ്റർജിയിൽ കർത്താവിൻ്റെ എല്ലാ പ്രധാന തിരുനാളുകളുടെയും ജാഗരണത്തിൽ സൃഷ്ടി വിവരണം 1-ാം വായനയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. പുരാതന സാക്ഷ്യങ്ങളനുസരിച്ച് മാമുദീസാർത്ഥികൾക്കുള്ള മതബോധനവും ഇതേ ക്രമമാണ് പിന്തുടർന്നിരിക്കുന്നത്. സൃഷ്ടിയെക്കുറിച്ചുള്ള മതബോധനം ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നതാണ്. ഇതിനോടാണ് മനുഷ്യജീവിതത്തിൻ്റെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെയും അടിസ്ഥാനങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ എക്കാലവും ഉന്നയിക്കുന്ന മൗലിക പ്രശ്നങ്ങൾക്ക് ക്രിസ്തീയ വിശ്വാസം നൽകുന്ന പ്രത്യുത്തരം വിശദമാക്കുന്നത് ഈ മതബോധനമാണ്. നാം എവിടെ നിന്ന് വരുന്നു? നാം എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ഉത്ഭവം എവിടെ നിന്ന്? നമ്മുടെ അന്ത്യം എന്ത്? അസ്തിത്വമുള്ളവയെല്ലാം എവിടെ നിന്ന് വന്നു? എങ്ങോട്ട് പോകുന്നു? ഉത്ഭവത്തെയും അന്ത്യത്തെയും കുറിച്ചുള്ള ഈ ചോദ്യങ്ങൾ രണ്ടും പരസ്പരം വേർതിരിക്കാനാവുന്നതല്ല. നമ്മുടെ ജീവിതത്തിൻ്റെയും പ്രവർത്തന രീതിയുടെയും അർത്ഥത്തെയും ആഭിമുഖ്യത്തെയും സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങൾ നിർണായകമാണ്. പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യരുടെയും ഉത്ഭവത്തെക്കുറിച്ചുള്ള ചോദ്യം അനേകം ശാസ്ത്രീയ പഠനങ്ങൾക്ക് വിഷയമായിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആയുസ്, അളവുകൾ, ജീവരൂപങ്ങളുടെ വികാസം, മനുഷ്യൻ്റെ ആവിർഭാവം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ സുസ്ഥിരമായി പുഷ്ടിപ്പെടുത്തുവാൻ ഈ പഠനങ്ങൾക്ക് കഴിഞ്ഞു. സ്രഷ്ടാവിൻ്റെ മഹത്വത്തെ ഉപരിപരി പുകഴ്ത്തുവാൻ നമ്മെ ക്ഷണിക്കുന്നവയാണ് പ്രസ്തുത ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ. ദൈവത്തിൻ്റെ സമസ്ത സൃഷ്ടികളെ പ്രതിയും പണ്ഡിതന്മാർക്കും ഗവേഷകർക്കും ദൈവം നൽകുന്ന അറിവിനെയും ജ്ഞാനത്തെയും പ്രതി അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നവയാണ് അവ. സോളമനോടൊത്ത് അവർക്ക് പറയാൻ കഴിയും, അസ്തിത്വമുള്ളവയെക്കുറിച്ചെല്ലാം തെറ്റുപറ്റാത്ത അറിവ് എനിക്ക് നൽകിയത് അവനാണ്. പ്രപഞ്ചഘടനയും പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനവും അറിയാൻ സകലതും രൂപപ്പെടുത്തുന്നവനായ ജ്ഞാനമാണ് എന്നെ പഠിപ്പിച്ചത്. പ്രകൃതിശാസ്ത്രങ്ങളുടെ തനതായ മണ്ഡലത്തിനപ്പുറമുള്ള മറ്റൊരു ക്രമത്തിലെ ഒരു ചോദ്യമാണ് ഈ പഠനങ്ങളിലുള്ള വലിയ താല്പര്യത്തെ ശക്തിയുക്തം ഉത്തേജിപ്പിക്കുന്നത്. എങ്ങനെ, എപ്പോൾ ഈ ഭൗതിക പ്രപഞ്ചം ഉത്ഭവിച്ചുവെന്നോ മനുഷ്യൻ ഭൂമുഖത്ത് ആവിർഭവിച്ചുവെന്നോ അറിയുന്നതിനുള്ള ഒരു ചോദ്യം മാത്രമല്ലിത്. പ്രത്യുത ഇപ്രകാരമുള്ള ഒരു ഉൽപ്പത്തിയുടെ അർത്ഥം എന്താണെന്ന് കണ്ടെത്തുന്ന ചോദ്യം കൂടിയാണ്. ഈ പ്രപഞ്ചം നയിക്കപ്പെടുന്നത് വെറും യാദൃച്ഛികമായോ അന്ധമായ വിധിയാലോ അജ്ഞാതമായ ആവശ്യകതയാലോ ആണോ? അല്ലെങ്കിൽ ദൈവമെന്ന് വിളിക്കപ്പെടുന്ന സർവാതീതനും ബുദ്ധിമാനും നന്മസ്വരൂപനുമായ ഒരുവനാലാണോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് നന്മയിൽ നിന്നുമാണ് പ്രപഞ്ചം ഉത്ഭവിച്ചതെങ്കിൽ തിന്മ എങ്ങനെ നിലനിൽക്കുന്നു? അവ എവിടെ നിന്ന് വരുന്നു? ആരാണ് അതിന് ഉത്തരവാദി?
അതിനു മോചനം സാധ്യമാണോ? ഉത്ഭവങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾക്ക് ക്രിസ്തീയ വിശ്വാസം നൽകുന്നതിൽ നിന്ന് വിഭിന്നമായ ഉത്തരങ്ങളുമായി രംഗപ്രവേശനം ചെയ്തവരുടെ വാദഗതികൾ ക്രിസ്തീയ വിശ്വാസത്തിന് ആരംഭം മുതലേ വെല്ലുവിളിയായിരുന്നു. പല പ്രാചീന മതങ്ങളും സംസ്കാരങ്ങളും ഉത്ഭവങ്ങളെപ്പറ്റി അനവധി പുരാണ കഥകൾ മെനഞ്ഞെടുത്തിരുന്നു. സർവവും ദൈവമാകുന്നു എന്നും പ്രപഞ്ചം ദൈവമാകുന്നു എന്നും പ്രപഞ്ച പരിണാമം ദൈവപരിണാമമാണെന്നും ഒരു കൂട്ടം ദാർശനികൾ അഭിപ്രായപ്പെട്ടു. ദൈവത്തിൽ നിന്ന് അനിവാര്യമായി നിർഗളിക്കുന്ന ഈ വിശ്വം ദൈവത്തിൽ തന്നെ പുനർലയിക്കുമെന്ന് മറ്റൊരു കൂട്ടർ. നിരന്തരം അന്യോന്യ സമരത്തിലേർപ്പെട്ടിരിക്കുന്ന രണ്ട് നിത്യതത്വങ്ങൾ, നന്മയും തിന്മയും പ്രകാശവും അന്ധകാരവും ഉണ്ടെന്ന് മറ്റൊരു കൂട്ടർ. ഇവരിൽ ചിലരുടെ അഭിപ്രായങ്ങളനുസരിച്ച് പ്രപഞ്ചം തിന്മയാണ്. ഒരു ജീർണതയുടെ ഫലമാണ് ഈ ലോകം. ഇത് ഉപേക്ഷിക്കപ്പെടുകയോ പുറന്തള്ളപ്പെടുകയോ ചെയ്യേണ്ടതാണ്. വേറെ ചിലരുടെ വീക്ഷണത്തിൽ പ്രപഞ്ച സൃഷ്ടി നിർവഹിച്ചത് ദൈവമാണെങ്കിലും ഒരു വാച്ച് നിർമ്മാതാവ് വാച്ച് നിർമ്മിച്ച ശേഷം അതിൻ്റെ സ്വയം പ്രവർത്തനത്തിന് അതിനെ വിടുന്നതുപോലെ സൃഷ്ടികർമ്മശേഷം ദൈവം പ്രപഞ്ചത്തെ അതിനായി തന്നെ കൈവിട്ടു. അവസാനമായി ചിലരാകട്ടെ പ്രപഞ്ചോൽപത്തിയിൽ ഒരു മൗതികാദിത്വത്തിൻ്റെ പങ്കു നിഷേധിച്ചുകൊണ്ട് എന്നുമെന്ന് സ്ഥിതി ചെയ്യുന്ന ഭൗതിക പദാർത്ഥങ്ങളുടെ എല്ലാം പ്രവർത്തനവും പ്രതിപ്രവർത്തനവുമായി പ്രപഞ്ചോൽപത്തിയെ കാണുന്നു. ഈ പരിശ്രമങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഉത്ഭവങ്ങളെ സംബന്ധിച്ച പ്രശ്നങ്ങളുടെ സ്ഥിരമായ നിലനിൽപ്പും സാർവജനീനതയുമാണ്. ഈ അന്വേഷണം തികച്ചും മാനുഷികമാണ്.